നമ്മൾ ശ്രീജ, എനിക്ക് തോന്നുന്നു ശ്രീജയുടെ പേര് ഫാത്തിമ എന്നായിരിക്കും അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നത്. അതോ കുട്ടികളുടെ പേരാണോ ഫാത്തിമ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ ശ്രീജയുടെ ഒരു വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്രീജയെ കുറിച്ച് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ അടുത്ത് നസീം മജീദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീജയുടെ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ മകൾ നസീം മജീദിൻ്റെ കമൻ്റാണ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടത്. അതും എൻ്റെ ലൈവിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ് അല്ലേ. എൻ്റെ ലൈവിൽ നസീം മജീദ് സംസാരിച്ച കമൻ്റാണ് ശ്രീജ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമുക്ക് ക്ലാരിറ്റി വേണ്ടേ അല്ലേ ശ്രീജ? അപ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നസീം മജീദ് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നിൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തു. എന്തായിരുന്നു കമൻറ്റ് ചെയ്തത്? സ്ട്രൈക്ക് കിട്ടും, ഈ എന്താ വീഡിയോസിൽ ഫോട്ടോ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടും എന്നുള്ളതായിരുന്നു പുള്ളിക്കാരി നിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പോൾ നീ അതിന് മറുപടി കൊടുത്ത് അതിന് സെക്കൻഡറി വീഡിയോ ആണെന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് നീ കമൻറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അവളെ സ്ട്രൈക്ക് കൊടുക്കുന്ന കാര്യത്തിനെക്കുറിച്ച് അവൾക്ക് അറിയാവുന്നത് കൊണ്ടായിരുന്നിരിക്കാം, നീ ഞങ്ങളുടെ ആരുമല്ല, എന്നിട്ടും അവൾ വന്ന് നിൻ്റെ അടുത്ത് അത് സംസാരിച്ചപ്പോൾ നിനക്കത് ഇഷ്ടപ്പെട്ടില്ല. നിനക്കത് ഇഷ്ടപ്പെടാതിരുന്നപ്പോൾ നീ നിൻ്റെ ഭാഷയിൽ അവളോട് മറുപടി പറഞ്ഞു. പറഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? നിനക്ക് അതേ ഭാഷയിൽ മറുപടി തിരിച്ചു തന്നു. സ്വാഭാവികമല്ലേ, റിയാക്ഷൻ ഈസ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിൻ്റെ അടുത്തുള്ള വൈരാഗ്യം കൊണ്ട് വന്ന് നിൻ്റെ അടുത്ത് കാര്യം സംസാരിച്ചതല്ലായിരുന്നു നസീം മജീദ്. മാന്യമായിട്ട് വന്ന് സംസാരിച്ച സമയത്ത് നീ വേറൊരു രീതിയിൽ സംസാരിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് നസീം മജീദ് മറുപടി പറഞ്ഞു. അപ്പോൾ അതിൽ നീ ഇന്ന് ചെയ്ത വീഡിയോയിൽ ആ ഒരു കാര്യവും പറയുന്നില്ല. നസീം മജീദ് എന്തോ വലിയ അപരാധം ചെയ്തതുപോലെയാണ് നീ പറഞ്ഞിങ്ങനെ വെക്കും. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഫുള്ള് പറയണ്ടേ മോളെ. പിന്നെ വേറൊരു കാര്യം നീ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജഡ്ജിലേര ഉമ്മാനെ ഞാൻ വിളിച്ചത് അവർ ഇമോഷണലി ഡാമേജ് ആയിരിക്കുന്ന ഒരു സമയത്താണ് എന്ന്. നിനക്ക് അത്യാവശ്യം ലോകപരിചയമൊക്കെ ഉണ്ടെന്നാണ് നിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊരു മാനദണ്ഡമാണോ ഒരാളിനെ മനസ്സിലാക്കാൻ എന്ന് എൻ്റെ വീഡിയോയിൽ കുറച്ചെങ്ങാണ്ട് കൊണ്ടുപോയിട്ടാണ് നീ പറഞ്ഞേക്കുന്നത്. വീഡിയോ എടുത്തുകൊണ്ട് പോയില്ല, വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. മോളെ, ഈ പറഞ്ഞ കാര്യങ്ങളുടെ പകുതി എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ആവൂലേ പിന്നെ? അതിൽ ഞാൻ എന്താണ് പറഞ്ഞത്? ഈ നജില എന്ന് പറയുന്ന പുള്ളിക്കാരി അവളെ പേഴ്സണലി എനിക്കറിയാൻ പാടില്ല എന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് അവരെ പേഴ്സണലി അറിയാം. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ മാതാപിതാക്കളോട് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ അയൽവാസികളോട് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ മകൾ പഠിക്കുന്ന സ്കൂളിലെ ഓണർ ഷെഫീന താത്തയുടെ ഒരു ബന്ധുവാണ്. അപ്പോൾ അതുവഴി അവരുടെ ഒരു ബയോഡേറ്റാസ് അതുവഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരാളെ പേഴ്സണലി അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പള്ളിയിൽ അച്ഛന്മാർ പിന്നെ ഈ വിവാഹിതരായ ദമ്പതിമാർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. പള്ളിയിൽ അച്ഛന്മാർ കല്യാണം കഴിച്ച് പ്രാക്ടീസ് എടുത്തിട്ടല്ല അവർ ദമ്പതിമാർക്ക് ക്ലാസ് എടുക്കുന്നത്, ഫാമിലി ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ്? അവരുടെ ചുറ്റുവട്ടത്തുള്ളവരെ, അവരുടെ മാതാപിതാക്കളുടെ അടുത്തൊക്കെ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അവരെ പേഴ്സണലി നമുക്ക് മനസ്സിലാകും. അതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്ത്രീ നജില എന്ന് പറയുന്ന സ്ത്രീ എന്നോട് ഡയറക്റ്റ് സംസാരിച്ചിട്ടുണ്ട്. വെച്ചേ അതെന്തേ നീ നിൻ്റെ വീഡിയോയിൽ കൊണ്ടുപോയില്ല? അതെന്താ കൊണ്ടുപോകാത്ത? പിന്നെ ഈ ഉമ്മ ഇമോഷണലി ഡാമേജ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ സംസാരിച്ചത് അവരോട് എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ആ ഒരു സമയത്ത് സംസാരിച്ചത് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഞാൻ പബ്ലിക്കിനെ കാണിച്ചു തന്നത് അവർ ഇമോഷണലി ഡാമേജ് ആയിരിക്കുന്ന സമയത്ത് എന്നും പറയാൻ പറ്റൂല. കാരണം ഈ പുള്ളിക്കാരി വീട് വിട്ടു പോയി 4 ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ കുടുംബത്തിൽ ഒരു വിഷയങ്ങൾ വന്ന് ഒരാഴ്ച, 4 ദിവസമല്ലടാ, ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഉമ്മാനെ വിളിക്കുന്നത് തന്നെ. അപ്പോൾ അവർ ഇമോഷണലി ഡാമേജ് ആയി ഇരിക്കുന്ന സമയമല്ല. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരാൾ എൻ്റെ അമ്മയാണ് ഇപ്പം ഞാൻ വിളിക്കുന്നതെന്ന് വെച്ചോ. എൻ്റെ അമ്മേനെ ഞാൻ വിളിക്കുമ്പോൾ, അല്ല എൻ്റെ അമ്മേനെ
ഇപ്പോൾ ശ്രീജ വിളിക്കുന്നെന്ന് വെച്ചോ. ശ്രീജ വിളിച്ചിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് നിങ്ങളുടെ മകളുടെ കാര്യങ്ങളൊന്ന് പറയൂ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ പറയൂ. കാരണം എന്ത്, ശ്രീജ എന്ന് പറയുന്ന പുള്ളിക്കാരിനെ അറിയില്ല, എൻ്റെ അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ എൻ്റെ അമ്മ പറയുമോ? ഇനിയിപ്പോൾ ശ്രീജ എന്നെ ഒരുപാട് ദിവസം റിയാക്ട് ചെയ്യുന്നെന്ന് വെച്ചോ. എന്നെ റിയാക്ട് ചെയ്ത് എന്നെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് ശ്രീജ എന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു സമയത്ത് ശ്രീജ എൻ്റെ അമ്മേനെ വിളിച്ചു നോക്ക്. എൻ്റെ അമ്മ പറയുമോ? എൻ്റെ അമ്മ എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയുമോ? ഇല്ല. ഈ നജില എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ ഉമ്മാനെ ഞാൻ വിളിക്കുമ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. മാമി എന്ന് വിളിച്ചിട്ടാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. എനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരാളിനെ ഞാൻ ഒന്നും വിളിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരാളിനെ ഞാൻ ഒന്നും തന്നെ വിളിക്കാറില്ല. പിന്നെ നജിലയുടെ ഉമ്മാനെ ഞാൻ വിളിക്കുമ്പോൾ മാമി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ എനിക്കിത് നേരത്തെ പരിചയം ഉണ്ടായിരിക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് നേരത്തെ ഇവരെ പരിചയം ഉണ്ടായിരിക്കണ്ടേ? ഞാൻ നേരത്തെ ഇവരോട് സംസാരിച്ചിട്ടുണ്ടേ. ഈ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഇമോഷണലി ഡാമേജ് ആയിരിക്കുന്ന സമയത്താണ് അവരെന്നോട് സംസാരിച്ചത്. അത് ഇമോഷണലി ഉള്ള കാര്യങ്ങളാണ് സംസാരിച്ചതെന്ന് പറയുമ്പോൾ ഈ നജില എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ കൂടെ നിന്നുണ്ടാവും ഉമ്മ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇല്ലെന്ന് നജിലയുടെ അടുത്ത് ചോദ്യം. മുഴുവൻ കുറ്റങ്ങൾ തന്നെയാണ് പറഞ്ഞത്. കുറ്റങ്ങളായ കുറ്റങ്ങൾ മാത്രമാണ് പറഞ്ഞത്. പിന്നെ ഉമ്മയും മക്കളും തമ്മിലുള്ള വിഷയം എന്ന് പറയുന്നത് അത് ഉമ്മയും മക്കളും തന്നെ തീർക്കേണ്ട കാര്യമാണ്. നാട്ടുകാരും ഇടപെട്ടിട്ട് ഒരു കാര്യവും ഇല്ല. അവരുടെ കുടുംബകാര്യത്തിൽ നമുക്ക് ഇടപെടാനായിട്ട് പറ്റുകയില്ല. പക്ഷേ ഞാൻ റിയാക്ട് ചെയ്തിരിക്കുന്നത് അവർ പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇട്ട സാധനത്തിനെയാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയ സ്ഥലത്ത് നിന്ന് അവരുടെ ഉമ്മാനെ തന്നെ വിളിച്ച് ഞാൻ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കുകയാണ് ചെയ്തത്. അത് ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ നിങ്ങളിലേക്ക് തരികയാണ് ഞാൻ ചെയ്തത്. അവിടെ ഞാൻ ഒരു കബളിപ്പിക്കലും ചെയ്തിട്ടില്ല. മനസ്സിലായ? പിന്നെ മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുക, മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുക, അത് സ്വരുമിച്ച് പോവുക എന്നുള്ളത് അത് എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതുവരെ തെരുവിൽ കൊണ്ടുവന്നിട്ട് അലക്കുമ്പോൾ അതിനും അഭിപ്രായം പറയൂടെ. അതിനും നമ്മൾ അഭിപ്രായം പറയും. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ 3 കാര്യമല്ലേ ശ്രീജ ഇന്നത്തെ വീഡിയോയിൽ ബീൻ ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം അല്ലേ? ഒരാളെ പേഴ്സണലി അറിയാൻ വേണ്ടിയിട്ട് അവർ നേരിട്ട് സംസാരിച്ചാൽ പോരെ. അവർ നേരിട്ട് അവരോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവൂലേ അവർ പേഴ്സണലി എങ്ങനെയുള്ള ആൾക്കാരാണെന്ന്. അതെന്താ നീ വീഡിയോയിൽ പറയാത്ത? പിന്നെ എന്തോ നസീം മജീദ് എന്തോ വൃത്തികേട് നിന്നോട് പറഞ്ഞു. അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവളെന്തോ വൃത്തികേട് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് നീയും പറഞ്ഞു. പക്ഷെ എന്ത് മനുഷ്യരാണല്ലേ. അതാണ്.